എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് RPFന് GKയിൽ നിന്നും ചോദിക്കുന്ന കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് ആണ് നമ്മൾ ഇന്ന് ഒരു കോഡ് രൂപത്തിൽ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പരിപാടി അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബുദ്ധമത സമ്മേളനത്തിലെ പുരോഹിതന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ബുദ്ധമത സമ്മേളനത്തിലെ പുരോഹിതന്മാർ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അതിനൊരു കോഡുണ്ട്, ബുദ്ധ മഹാസഭയിൽ മെഗാവാസു. ഓക്കെ, ബുദ്ധ മഹാസഭയിൽ മെഗാവാസു എന്നതാണ് അതിൻ്റെ കോഡ്. ഓക്കെ, ഇതിൽ നമുക്ക് ബുദ്ധ മഹാസഭ ആ ബുദ്ധ നമുക്കങ്ങ് വിടാം. ഓക്കെ, അത് ബുദ്ധമത സമ്മേളനമാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അതിൽ മഹാ എന്ന് പറയുന്നതിനെ നമുക്ക് മഹാകശ്യപൻ എന്ന് പറയാം. മഹാകശ്യപൻ. ഓക്കെ, മഹാകശ്യപൻ ആ പുള്ളിക്കാരൻ ഒന്നാം സമ്മേളനത്തിലെ പുരോഹിതനാണ്. ഓക്കെ, അപ്പോൾ ഈ മഹാകശ്യപൻ എന്ന് പറയുന്ന ആൾ ഒന്നാം സമ്മേളനത്തിലെ പുരോഹിതനാണ്. അടുത്ത് സഭ എന്ന് പറയുന്നത് അടുത്ത സഭ എന്ന് പറയുന്നത് സഭകാമി. ഓക്കെ, സഭ എന്ന് പറയുന്നത് സഭകാമി രണ്ടാം സമ്മേളനം. ഓക്കെ, സഭകാമി രണ്ടാം സമ്മേളനത്തിലുള്ള പുരോഹിതനാണ്. അടുത്ത് മെഗാ എന്ന് പറയുന്നതിന് അതിൽ ചെറിയൊരു തിരുത്ത് നമുക്ക് വരുത്താം. മുഗാലി പുത്തറ്റിസ എന്നതാണ് പുള്ളിക്കാരൻ്റെ പേര്. ഓക്കെ, മുഗാലി പുത്തറ്റിസ. ഓക്കെ, അതാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ആ പുള്ളിക്കാരൻ മൂന്നാമത്തെ സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്, പങ്കെടുത്തത്. അതുപോലെ വാസു എന്ന് പറയുന്ന ആൾ നമുക്ക് വസുമിത്രൻ എന്നാക്കാം. അത് നാലാം സമ്മേളനം. ഓക്കെ, അപ്പോൾ ബുദ്ധമത സമ്മേളനത്തിലെ പുരോഹിതന്മാരെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിൻ്റെ കോഡാണ് ബുദ്ധ മഹാസഭയിൽ മെഗാവാസു. ഓക്കെ, അതിൽ മഹാ എന്ന് പറയുന്നത് മഹാകശ്യപൻ, അതുപോലെ സഭ എന്ന് പറയുന്നത് സഭകാമി, അടുത്ത് മെഗാ എന്ന് പറയുന്നത് മെഗാലി പുത്തറ്റിസ, വാസു എന്ന് പറയുന്നത് വസുമിത്രൻ. ഓക്കെ, ഇത്രയും പഠിച്ചു എങ്കിൽ 1 മാർക്ക് ഷുവറാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ജൈനമത സമ്മേളനം. ഓക്കെ, ബുദ്ധമത സമ്മേളനം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് ജൈനമത സമ്മേളനം. ഓക്കെ, ഇതിൻ്റെ കോഡാണ് ജയ് പാവ. ഓക്കെ, ജയ് പാവ. നമ്മൾ ഓരോരോ പാർട്ടിക്കൊക്കെ ജയ് വിളിക്കുമല്ലോ, അതിൻ്റെ ആളുകൾ, നമ്മളല്ല അതിൻ്റെ ആളുകൾ. അപ്പോൾ അതുപോലെ ഇതിൽ നമ്മൾ പാവയ്ക്ക് എന്ത് ചെയ്യുന്നു, ജയ് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പേരാണ് ജയ് പാവ. ഓക്കെ, ജയ് പാവ. ഇതിൽ നമുക്ക് ജയ് എന്ന് പറയുന്നത് ജൈനമത സമ്മേളനം. ഓക്കെ, ജൈനമത സമ്മേളനം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ പാവയുടെ PA എന്ന് പറയുന്നത് പാടലിപുത്രത്ത് വെച്ച് നടന്ന സമ്മേളനം BC 300-ലാണ്. ഓക്കെ, BC 300-ലാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, BC 300-ലാണ്. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ ഒന്നാം സമ്മേളനം നടന്നത് പാടലിപുത്രത്തിൽ വച്ചിട്ടാണ് ഒന്നാം സമ്മേളനം നടന്നത്. അത് BC 300-ലാണ്. ഓക്കെ, അടുത്ത് PA. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. അടുത്ത് VA എന്താണ്, അത് രണ്ടാം സമ്മേളനം. അത് വല്ലഭിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, VA എന്ന് പറയുന്നത് വല്ലഭി. വല്ലഭി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ്. ഓക്കെ, AD 512-ലാണ് നടന്നത്. ഓക്കെ, അപ്പോൾ ജൈനമത സമ്മേളനത്തിൻ്റെ കോഡാണ് എന്തെന്ന് പറയുന്നത് ജയ് പാവ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ജൈനമത സമ്മേളനമായിട്ട് മാറ്റുന്നു. PA എന്ന് പറയുന്നത് പാടലിപുത്രം, VA എന്ന് പറയുന്നത് വല്ലഭി. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും ഉറപ്പാണേ, കിട്ടുമേ. എത്ര പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാലും എഴുതുമല്ലോ. ശരി, അപ്പോൾ അടുത്ത ചോദ്യം മെഗാ ചോദ്യമാണ്, അതായത് ഒരു 5 സ്റ്റാർ ചോദ്യമാണ്. ഓക്കെ, നമുക്കിവിടെ വേണമെങ്കിൽ ഒരു 5 സ്റ്റാർ ഒക്കെ വരച്ചു കൊടുക്കാം. ഓക്കെ, 5 സ്റ്റാർ ചോദ്യമാണ്. ഓക്കെ, 5 സ്റ്റാർ ചോദ്യമാണ്. കാളിദാസൻ്റെ കൃതി ഇല്ലാതിരുന്ന ഒരു റെയിൽവേ പരീക്ഷ ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം ഞാൻ തപ്പിപ്പിടിച്ച് എടുത്തത്. കാളിദാസൻ്റെ കൃതികൾ. ഓക്കെ, കാളിദാസൻ്റെ കൃതികളിൽ അതിൻ്റെ കോഡാണ് കുമാരി മേഘ VRS എടുത്തു. ഓക്കെ, നമ്മൾ പല ഇഞ്ചക്ഷൻസ് കാര്യങ്ങളെല്ലാം എടുക്കും, അതുപോലൊരു ഇഞ്ചക്ഷൻ ആണെന്ന് കരുതിയാൽ മതി. ഓക്കെ, കോഡാണ്. ഓക്കെ, കുമാരി മേഘ VRS എടുത്തു. കുമാരി മേഘ എന്തെടുത്തു, VRS എടുത്തു. കു എന്ന് പറയുന്നത് കുമാരസംഭവം. ഓക്കെ, കു എന്ന് പറയുന്നത് എന്താണ്, കുമാരസംഭവം. മ എന്ന് പറയുന്നത് മാളവികാഗ്നിമിത്രം. ഓക്കെ, കു എന്ന് പറയുന്നത് കുമാരസംഭവം, മ എന്ന് പറയുന്നത് മാളവികാഗ്നിമിത്രം. ഇനി രി എന്ന് പറയുന്നത് കുമാരിയുടെ രി എന്ന് പറയുന്നത് എന്താണ്, രഘുവംശം.
രഘുവംശം. കുമാരിയുടെ രി എന്ന് പറയുന്നത് രഘുവംശം. മേഘ എന്ന് പറയുന്നത് മേഘ സന്ദേശം. സിനിമയല്ല, ഇത് പുള്ളിക്കാരൻ്റെ ഒരു കൃതിയാണ്. ഓക്കെ, മേഘ സന്ദേശം. ഓക്കെ, മറ്റത് പ്രേതത്തിൻ്റെ സിനിമ, അതല്ല ഇത്. ഓക്കെ, മേഘ സന്ദേശം. ഓക്കെ, ഇനി അടുത്ത് VRSൻ്റെ വി എന്ന് പറയുന്നത് വിക്രമോർവശീയം. വിക്രമോർവശീയം എന്ന് പറയണം. വി എന്ന് പറയുന്നത് വിക്രമോർവശീയം. ഓക്കെ, 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നവർ വണ്ടർ അടിച്ചൊന്നിരിക്കരുത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി R എന്ന് പറയുന്നത് ഋതു സംഹാരം. എടാ, R എന്ന് പറയുന്നത് എന്താ? ഋതു സംഹാരമാണ് R. ഓക്കെ, അടുത്ത് S എന്ന് പറയുന്നത് ശാകുന്തളം. നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ത് ശാകുന്തളം? അവിജ്ഞാന ശാകുന്തളം. ഓക്കെ, ശരി. അപ്പോൾ കാളിദാസൻ്റെ കൃതികളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഈ 3 ചോദ്യങ്ങളിൽ പറഞ്ഞതിൽ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു ചോദ്യമാണ് കാളിദാസൻ്റെ കൃതികൾ. അതിൻ്റെ കോഡാണ് എന്തെന്ന് പറയുന്നത്? കുമാരി മേഘ VRS എടുത്തു. എന്തെടുത്തു? കുമാരി മേഘ VRS എടുത്തു. കു എന്ന് പറയുന്നത് കുമാരസംഭവം, മ എന്ന് പറയുന്നത് മാളവിക അഗ്നിമിത്രം, രി എന്ന് പറയുന്നത് രഘുവംശം, മേഘ എന്ന് പറയുന്നത് മേഘ സന്ദേശം, വി എന്ന് പറയുന്നത് വിക്രമോർവശീയം. ഓക്കെ, R എന്ന് പറയുന്നത് ഋതുസംഹാരം, S എന്ന് പറയുന്നത് ശാകുന്തളം. നമ്മൾ S എന്ന് പറഞ്ഞത് കൊണ്ട് ശാകുന്തളം എന്ന് മാത്രമായിട്ട് പറഞ്ഞത്. സംഭവം എൻ്റെ മുഴുവൻ പേര് അഭിജ്ഞാന ശാകുന്തളം എന്നതാണ്. ഓക്കെ, ശരി. കോഡ് തിരിഞ്ഞു പോകണ്ട എന്ന് കരുതിയാൽ നമ്മൾ ശാകുന്തളത്തിലോട്ട് ഒതുക്കിയത്. ഓക്കെ, ഇനി അടുത്ത് കാളിദാസൻ്റെ കൃതി പോലെ തന്നെ അടുത്ത ഹർഷവർദ്ധൻ്റെ കൃതികൾ. ഓക്കെ, RRB പരീക്ഷയിൽ ഇത് രണ്ടും ഇരട്ട പെറ്റ മക്കളാണ്. അമ്മ പെറ്റ ഇരട്ട മക്കൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഈ ഹർഷവർദ്ധനും കാളിദാസനും. ഓക്കെ, പണ്ടാരക്കാലന്മാർ മിക്ക പരീക്ഷകളിലും കാണും. ഓക്കെ, അപ്പോൾ നമുക്കിനി പുള്ളിക്കാരന്മാരുടെ കോഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കോഡ് ഇതാണ്: ഹർഷൻ്റെ പ്രിയപ്പെട്ട നാഗരത്നം. ഓക്കെ, ഹർഷൻ്റെ പ്രിയപ്പെട്ട നാഗരത്നം. നമുക്ക് പ്രിയപ്പെട്ട എന്ന് പറയുമ്പോൾ പ്രിയദർശിക എന്ന് പറയാം. ഓക്കെ, പ്രിയദർശിക എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു കൃതിയാണ്. ഓക്കെ, പിന്നെ നാഗ എന്ന് പറയുന്നത് നാഗാനന്ദം. നാഗാനന്ദം ആരുടെ കൃതിയാണ്? ഹർഷവർദ്ധൻ്റെ കൃതിയാണ്. അതുപോലെ രത്നം നമുക്ക് രത്നാവലി എന്ന് പറയാം. രത്നാവലി എന്ന് പറയാം. അപ്പോൾ ഹർഷൻ്റെ പ്രിയപ്പെട്ട നാഗരത്നം. ഓക്കെ, അതാണ് കോഡ്. ഹർഷവർദ്ധൻ്റെ കൃതികൾ. ഓക്കെ, ഹർഷൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്തെന്ന് പറയുന്നത്? ഒന്ന് പ്രിയദർശിക, മറ്റൊന്ന് നാഗാനന്ദം, മറ്റൊന്ന് രത്നാവലി. ഓക്കെ അല്ലേടെ? ഡീലല്ലേ? ശരി, എങ്കിൽ അടുത്ത ചോദ്യം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു 5 സ്റ്റാർ റേറ്റിംഗ്. ഇവന് എപ്പോഴും ഇത് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ രാജകീയ ചിഹ്നങ്ങളും തലസ്ഥാനങ്ങളും. എന്താ രാജകീയ ചിഹ്നങ്ങളും തലസ്ഥാനങ്ങളും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ചേര രാജവംശത്തിൻ്റെ നാണയമേത്, അല്ലെങ്കിൽ മുദ്രയേത്, അവന്മാരുടെ തലസ്ഥാനമേത്, ചിഹ്നമേത് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ചോദിക്കാമല്ല, ചോദിക്കും. ഓക്കെ, ചോദിക്കും. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിടാം. ഒരു കോഡ്, ഇതൊരു പാട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം പോലെയോ മനസ്സിൽ വച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം: ചോളവും കടുകും ഉറയിലാക്കി. ഓക്കെ, ചോളവും കടുകും ഉറയിലാക്കി, ചേരൻ്റെ അമ്പും വില്ലും വഞ്ചിയിലാക്കി. ഓക്കെ, 2 വരി. ഒന്ന്, അപ്പോൾ നിങ്ങൾ പറയും ഇത് പഠിക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ പഠിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 4 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഇരിക്കും, മറ്റത് പെട്ടെന്ന് മറന്നു. ഓക്കെ, അപ്പോൾ ഒരു 4 പ്രാവശ്യം വായിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കോഡ് ഒന്നും കൂടെ: ചോളവും കടുകും ഉറയിലാക്കി, ചേരൻ്റെ അമ്പും വില്ലും വഞ്ചിയിലാക്കി. ഓക്കെ, മീൻ പിടിക്കാൻ മധുരയിലെത്തിയ പാണ്ഡികൾ പല്ലക്കിലിരിക്കുന്ന കാളയ്ക്ക് നേരെ കാഞ്ചി വലിച്ചു. ഇതാണ് കോഡ്. ഓക്കെ, നല്ല കോഡ്. ശരി. അപ്പോൾ ചോളവും കടുകും ഉറയിലാക്കി, ചേരൻ്റെ അമ്പും വില്ലും വഞ്ചിയിലാക്കി, മീൻ പിടിക്കാൻ മധുരയിലെത്തിയ പാണ്ഡികൾ പല്ലക്കിലിരിക്കുന്ന കാളയ്ക്ക് നേരെ എന്തെടുത്തു? കാഞ്ചി വലിച്ചു. ഓക്കെ, ശരി. സിഗരറ്റ് വലിച്ചെന്നൊന്നും പറയരുത്, കാഞ്ചി വലിച്ചു. അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചെന്നൊന്നും പറയരുത്, കാഞ്ചി വലിച്ചു. ഓക്കെ, ശരി. സംഭവം ഇതാണ്. ഒന്ന്, അതായത് ചോളവും കടുകും ഉറയിലാക്കി എന്ന് പറയുമ്പോൾ ചോള രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ചോളന്മാരുടെ രാജകീയ ചിഹ്നമായിരുന്നു കടുവ. ഓക്കെ, കടുവ. ഓക്കെ, ചോളന്മാരുടെ രാജകീയ ചിഹ്നമാണ് എന്തെന്ന് പറയുന്നത്? കടുവ എന്ന് പറയുന്നത്. തലസ്ഥാനം ഉറയൂർ. ഉറയിലാക്കി എന്ന് പറയുന്നത് ഉറയൂറാണ് അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീലാണേ. അപ്പോൾ ചോളവും കടുകും എന്ന് പറയുന്നത് ചോള രാജാക്കന്മാരുടെ
രാജകീയ ചിഹ്നമാണ് കടുക, കടുകയിലല്ല കടുവ. ഓക്കെ, കടുവ. പിന്നെ അതുപോലെ ഉറയിലാക്കി എന്ന് പറയുന്നത് അവരുടെ തലസ്ഥാനമാണ് ഉറയൂർ. ഓക്കെ, കിടിലമാണല്ലോ. ശരി, ഇനി അടുത്ത ചോദ്യമല്ല, അടുത്ത കോഡ്. ചേരൻ്റെ അമ്പും വില്ലും വഞ്ചിയിലാക്കി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും, ചേരൻ്റെ എന്ന് പറയുമ്പോൾ ചേര രാജവംശം, അവരുടെ രാജകീയ ചിഹ്നമാണ് അമ്പും വില്ലും. വഞ്ചിയിലാക്കി എന്ന് പറയുന്നത് അവരുടെ തലസ്ഥാനം വാഞ്ചി. ഓക്കെ, തലസ്ഥാനം വാഞ്ചി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ചേര രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏത്, അപ്പോൾ വായും പൊളിച്ച് നോക്കിയിരിക്കരുത്. ഓക്കെ, ഇത് എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചേരൻ്റെ അമ്പും വില്ലും എന്തോന്നാക്കി, വഞ്ചിയിലാക്കി. അപ്പോൾ ചേരന്മാരുടെ രാജകീയ തലസ്ഥാനം അല്ലെങ്കിൽ രാജകീയ ചിഹ്നം എന്ന് പറയുന്നത് അമ്പും വില്ലും, തലസ്ഥാനം വാഞ്ചിയാണ്, തലസ്ഥാനം വാഞ്ചി. ഇനി മീൻ പിടിക്കാൻ മധുരയിലെത്തിയ പാണ്ഡികൾ. ഓക്കെ, അപ്പോൾ പാണ്ഡ്യന്മാരുടെ രാജകീയ ചിഹ്നമാണ് മീൻ അല്ലെങ്കിൽ മത്സ്യം. ഓക്കെ, മീൻ അല്ലെങ്കിൽ മത്സ്യം. തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുര. അപ്പോൾ മീൻ പിടിക്കാൻ മധുരയിലെത്തിയ പാണ്ഡികൾ എന്നാണ് കോഡ്. അത് എന്താണ്? പാണ്ഡ്യന്മാരുടെ രാജകീയ ചിഹ്നമാണ് മത്സ്യം. ഓക്കെ, മത്സ്യം. ഇത് അവരുടെ തലസ്ഥാനം മധുര. ഓക്കെ, മധുരയാണ്, മധുര. ഓക്കെ, മധുര. ഇനി അടുത്ത കോഡാണ്, പല്ലക്കിലിരിക്കുന്ന കാളയ്ക്ക് നേരെ കാഞ്ചി വലിച്ചു. പല്ലക്കിലിരിക്കുന്ന കാളയ്ക്ക് നേരെ കാഞ്ചി വലിച്ചു. പല്ലവ രാജാക്കന്മാരുടെ രാജകീയ ചിഹ്നമാണ് കാള എന്ന് പറയുന്നത്, അവരുടെ തലസ്ഥാനമാണ് കാഞ്ചി. യെസ്. ഓക്കെ, അപ്പോൾ പല്ലക്കിലിരിക്കുന്ന കാളയ്ക്ക് നേരെ കാഞ്ചി വലിച്ചു. അത് പല്ലവ രാജവംശത്തിൻ്റെ രാജകീയ ചിഹ്നമാണ് കാള, അവരുടെ തലസ്ഥാനമാണ് കാഞ്ചി. ഓക്കെ, അപ്പോൾ ഒരു എക്സ്ട്രീംലി ഒരു കോഡാണ് ഇപ്പോൾ പറഞ്ഞത്. കോഡ് ആണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടും, ഒന്ന് ജസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, നമുക്കൊരു 3 സ്റ്റാർ കൊടുക്കാം. ഇതിന് ഒരു 3 സ്റ്റാർ ചോദ്യമാണ്. അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ 1 മാർക്ക് നഷ്ടമാണ് അവിടെ. ശരി, അപ്പോൾ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏത്? ഓക്കെ, കോഡ് ഇതാണ്, ബംഗാളി സുബു നേപ്പാളിയായി. ഓക്കെ, ബംഗാളി സുബു നേപ്പാളിയായി. ഓക്കെ, ബംഗാളികളുടെ പേര് നമുക്കറിയാം. ഓക്കെ, ഒരു വല്ലാത്ത പേരുകളായിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് സുബു എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ബംഗാളി സുബു ആരായി? നേപ്പാളിയായി. അപ്പോൾ ബംഗാളി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ. അപ്പോൾ പശ്ചിമ ബംഗാൾ നേപ്പാളിൻ്റെ അടുത്താണ് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ സിക്കിമുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, അതാണ് സുബു എന്ന് പറയുന്നത്. എസ് ഫോർ സിക്കിം, യു ഫോർ ഉത്തർപ്രദേശ്, ബി ഫോർ ബീഹാർ, യു ഫോർ ഉത്തരാഖണ്ഡ്. ഓക്കെ, ശരി. അപ്പോൾ ബംഗാളി സുബു ആരായി? നേപ്പാളി ആയി. ശശിയായി എന്നൊന്നും പറയരുത്, നേപ്പാളി ആയി. ഓക്കെ, ശരി. അപ്പോൾ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബംഗാളി സുബു നേപ്പാളിയായി. ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ പല പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അരുണയുടെ ഹസ് ചൈനക്കാരനാണ്. ഓക്കെ, അരുണയ്ക്ക് വേറെ എവിടെയൊന്നും പയ്യന്മാരെ കിട്ടില്ല. ഇവിടെ കേരളത്തിൽ കിടക്കുന്ന പയ്യന്മാരെ ആരും കണ്ടില്ല. അവൾ നേരെ ചൈനയിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, എന്തിൻ്റെ കുഴപ്പം? ശരി. അപ്പോൾ അരുണയുടെ ഹസ് ചൈനക്കാരനാണ്. അവൻ എന്തുകാരനാണ്? ചൈനക്കാരനാണ്. ഓക്കെ, അരുണ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്, എച്ച് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്, യു എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്, എസ് എന്ന് പറയുന്നത് സിക്കിം. ഓക്കെ, അരുണയുടെ ഹസ് ഇതാണ് കോഡ്. ചൈനക്കാരനാണ്, അത് ചൈന എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരുണ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശ്, ഹസിൻ്റെ എച്ച് എന്ന് പറയുന്ന ഹിമാചൽ, യു ഫോർ ഉത്തരാഖണ്ഡ്, എസ് ഫോർ സിക്കിം. ഓക്കെ, മറക്കില്ലല്ലോ. അടുത്ത ചോദ്യമാണ്, പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. പാകിസ്ഥാനുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൻ്റെ കോഡ് ഇതാണ്, പഞ്ചാബിലെ രാജഗുരു പാകിസ്ഥാനിൽ. പഞ്ചാബിലെ രാജഗുരു എവിടെ? പാകിസ്ഥാനിൽ. ഓക്കെ, പഞ്ചാബിലെ എന്ന് പറയുമ്പോൾ പഞ്ചാബ്, രാജ എന്ന് പറയുന്നത് രാജസ്ഥാൻ, മധുര രാജാതിരാജ അതൊന്നുമില്ല. രാജ എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഗുരു എന്ന് പറയുന്നത് എന്താടാ? ഇതെന്താ സംഭവം? ഗുരു എന്ന് പറയുന്നത് എന്താടാ?
ഗുരു എന്ന് പറയുന്നത് ഗുജറാത്ത്. യെസ്, ഗുരു എന്ന് പറയുന്നത് ഗുജറാത്ത്. ഓക്കെ എടാ, അപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഡ് ഇതാണ്: പഞ്ചാബിലെ ഗുരു, പഞ്ചാബിലെ എന്ന് പറയുന്നത് പഞ്ചാബ്, അടുത്ത രാജ എന്ന് പറയുന്നത് രാജസ്ഥാന്, ഗുരു എന്ന് പറയുന്നത് ഗുജറാത്ത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യം. ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. കോഡ് ഇതാണ്: ഭൂട്ടാൻ സാബ്. ഓക്കെ, ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിക്കുന്ന കോഡാണ് ഭൂട്ടാൻ സാബ് എന്ന് പറയുന്നത്. അതിലെ സാബിൻ്റെ എസ് സിക്കിമാണ്, എ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്, അടുത്ത എ എന്ന് പറയുന്നത് ആസാമാണ്, അടുത്ത ബി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, പിന്നെ ഒന്ന് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഓക്കെ എടാ മക്കളെ, അപ്പോൾ ഇത്രയും കോഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മനസ്സിലാകും എന്ന് അതിൽ ഒരു കോഡ് മാത്രമേ വിഷയമായിട്ട് വരുന്നുള്ളൂ. അത് നമ്മുടെ മറ്റേ രാജകീയ ചിഹ്നങ്ങളും തലസ്ഥാനങ്ങളും എന്നതിൻ്റെ കോഡ് മാത്രമാണ് ഒരല്പം ടൈറ്റായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ പഠിക്കാൻ പറ്റുന്ന കോഡുകളാണ്. എടാ, അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നമ്മൾ ഇതിൻ്റെ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കോഡിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.